ഇവൻ രാവിലെ 4 മണിക്ക് എഴുന്നേറ്റ് പരിശീലനം ആരംഭിച്ചു. പുലർച്ചെ മുതൽ അസ്തമിക്കുന്നത് വരെ ഈ കഠിനമായ പരിശീലനം തുടർന്നു. രാത്രികളിൽ അവൻ 1000 തവണ ദമ്പൽ ഉയർത്തും. ഇവൻ ഇത്ര കഠിനമായി ട്രെയിനിങ് ചെയ്യുന്നതിന് കാരണം ലോകത്തിലെ ഏറ്റവും ശക്തമായ ആം റെസ്ലിംഗ് ചാമ്പ്യനെ നേരിടാൻ വേണ്ടിയാണ്. ഈ ചാമ്പ്യൻ എപ്പോഴും അടുത്തൊരു കട്ട വയ്ക്കും. അതിനാൽ തോൽക്കുന്ന ആളുടെ കൈയുടെ കാര്യത്തിൽ ഒരു തീരുമാനമാകും. ചാമ്പ്യൻ ഇവൻ മത്സരിക്കുന്നുണ്ടെന്ന് കണ്ട ഉടനെ ബാൻ ചെയ്ത ഡ്രഗുകൾ എടുക്കാൻ തുടങ്ങി. എന്നാൽ കഠിനാധ്വാനത്തിൽ മാത്രം വിശ്വസിച്ച ഇവന്റെ ശ്രമം ഫലം കണ്ടു തുടങ്ങി. ഇപ്പോൾ ഇവന് ഒരു കൈ ഉപയോഗിച്ച് മാത്രം ഒരു കാറ് വലിച്ചിടാൻ കഴിയും. തുടർന്ന് മത്സര ദിവസം വന്നു. ആദ്യ മത്സരത്തിൽ അവൻ തോറ്റെങ്കിലും റഫറി എതിരാളി ഫൗൾ ചെയ്തെന്ന് പറഞ്ഞതിനാൽ റീമാച്ച് വെക്കുകയും അതിനാൽ അവൻ അനായാസം വിജയിക്കുകയും ചെയ്തു. പക്ഷേ അവന്റെ കൈകൾ വേദനിക്കാൻ ആരംഭിച്ചു. തന്റെ അടുത്ത എതിരാളി അമേരിക്കയിൽ നിന്നുള്ള ഒരു ശക്തനായ കളിക്കാരനായിരുന്നു. ഇപ്പോൾ എനർജി സേവ് ചെയ്യുന്നതിൽ അർത്ഥമില്ലെന്ന് കരുതി അവൻ തുടക്കം മുതൽ മുഴുവൻ ശക്തിയും ഉപയോഗിച്ചു. അങ്ങനെ മറ്റൊരു വിജയം കൂടി. മത്സരത്തിന് ശേഷം അവൻ കയ്യിൽ മരുന്ന് പുരട്ടി. അപകട സാധ്യത കൂടുതലായതിനാൽ മാനേജർ അവനോട് പിന്മാറാൻ നിർദ്ദേശിച്ചു. എന്നാൽ വിജയം കണ്ടിട്ടേ മടങ്ങുവെന്ന തന്റെ അർപ്പണ മനോഭാവത്തിന് മുന്നിൽ അതൊരു തടസ്സമായില്ല. സെമി ഫൈനലിൽ അദ്ദേഹം മുൻ ചാമ്പ്യനെ നേരിട്ടു. ഇരുവരുടെയും ശക്തിയുടെ തുല്യത സ്ട്രാപ്പ് വരെ കീറാൻ കാരണമായി. അടുത്ത റൗണ്ട് ആരംഭിക്കാൻ പോകുമ്പോൾ അവന്റെ സഹോദരന്റെ മക്കൾ ജനക്കൂട്ടത്തിൽ നിന്നും ആർപ്പ് വിളിക്കുന്നത് കേട്ടതും അതവന് കൂടുതൽ പ്രചോദനമായി. എന്നിരുന്നാലും ചാമ്പ്യനും വളരെ ശക്തനായിരുന്നു. വളരെ നേരം അവരുടെ ശക്തി തുല്യമായി നിന്നു. പക്ഷേ ഒരു നിമിഷം ചാമ്പ്യന് ബാലൻസ് നഷ്ടപ്പെട്ടതും അത്ഭുതകരമായ ഒരു കൗണ്ടർ നീക്കത്തിലൂടെ അവൻ വിജയിച്ചു. തുടർന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ചാമ്പ്യനുമായുള്ള മത്സരം വന്നു. വേദിയിലെത്തിയപ്പോൾ തന്റെ സഹോദരന്റെ മക്കൾ അവനെ പ്രചോദിപ്പിക്കാൻ തന്റെ ആദ്യത്തെ സ്വർണ്ണ മെഡൽ വീശി കാണിച്ചു. തുടർന്ന് പരസ്പരം കൈ കൊടുക്കേണ്ട സമയത്ത് ചാമ്പ്യൻ അവന്റെ കൈ തട്ടിമാറ്റി. മത്സരം ആരംഭിച്ചപ്പോൾ അവൻ പൂർണ്ണ ശക്തിയും ഉപയോഗിച്ചു. പക്ഷെ ചാമ്പ്യൻ ശ്രമിച്ചത് അവന്റെ തള്ളവിരലിന് പരിക്കേൽപ്പിക്കാനാണ്. അടുത്ത റൗണ്ടിൽ ചാമ്പ്യൻ ശക്തമായ ലീഡ് നേടി. അദ്ദേഹം ശ്രമിച്ചെങ്കിലും ക്ഷീണം കാരണം അധിക നേരം പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ അവന്റെ സഹോദരി സ്റ്റേജിൽ നിൽക്കുന്നത് അവൻ കണ്ടു. അദ്ദേഹം ഇപ്പോൾ പൂർണ്ണമായി ക്ഷീണിതനായിരിക്കുന്നു. പക്ഷേ കുടുംബവും അവനു വേണ്ടി പ്രാർത്ഥിക്കുന്നത് കണ്ടപ്പോൾ അവൻ തനിച്ചല്ല, മുഴുവൻ കുടുംബവും അവനോടൊപ്പം ഉണ്ടെന്ന് കണ്ടതും അവന്റെ മനസ്സ് കൈകൾക്ക് കരുത്ത് നൽകി. അവന്റെ പെട്ടെന്നുള്ള ശക്തിയിൽ ചാമ്പ്യൻ വരെ ഞെട്ടിപ്പോയി. അവൻ വേദന കടിച്ചു പിടിച്ച് ഉച്ചത്തിൽ അലറിക്കൊണ്ട് അവസാനം അത് നേടിയെടുത്തു. തുടർന്നവൻ സഹോദരിയെയും ജ്യേഷ്ഠന്റെ മക്കളെയും കെട്ടിപ്പിടിച്ചു. എന്നിട്ട് ട്രോഫി ഉയർത്തി എല്ലാവരെയും കാണിച്ചു. കൂടുതൽ വീഡിയോസിനായി സബ്സ്ക്രൈബ് ചെയ്യുക.